ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നാം ഏലിയാവിനെ വേട്ടയാടുന്ന ഇസബേലിൻ്റെ അപ്പൻ ഭരിക്കുന്ന ആ സരഫാത്തിൽ ചെല്ലുവാൻ പറഞ്ഞതും, അതും ഒരു നിർധനയായ വിധവയുടെ അടുക്കൽ ചെല്ലുവാൻ പറഞ്ഞതും, അത് മടി കൂടാതെ സംശയം കൂടാതെ ഏലിയാവ് അനുസരിച്ചതും, അവനവിടെ ദൈവം പറഞ്ഞതുപോലെയുള്ള നന്മ ഉണ്ടാവുകയും ചെയ്തതായ കാര്യം നാം ഓർത്തു. 2-2.5 വർഷക്കാലത്തോളം അവനവിടെ കഴിഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. കെരീത്തോട്ടിൽ അതിൻ്റെ അരികെ ഒരു 5-6 മാസം അവൻ താമസിച്ച് കാണും. അപ്പോഴായിരിക്കും തോട് വറ്റിയത് എന്ന് കാണുവാൻ കഴിയും. എന്നാൽ അതിനെ തുടർന്ന് സംഭവിക്കുന്നത് നാം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കാം, തുടർന്നുള്ളത് ഞാൻ പറഞ്ഞു പോകാം. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആഹാബിനെ ഞെട്ടിക്കുന്നതായിട്ടുള്ള ഏലിയാവിനെ ഞെട്ടിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് തോന്നിപ്പോകാം. സാധാരണ നിലയിൽ മനുഷ്യൻ ചിന്തിച്ചാൽ തലയിൽ ബോംബ് പൊട്ടുന്നതായിട്ടുള്ള അനുഭവം. ഈ രാജാവിൻ്റെ അടുക്കൽ സകല ദേശത്തും ക്രോധത്തോടുകൂടി അന്വേഷിച്ച് ഓരോ രാജാക്കന്മാരെ കൊണ്ടും അവനെ കണ്ടിട്ടില്ലെന്ന് സത്യം ചെയ്യിക്കത്തക്ക തീവ്രമായി അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ആ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുവാൻ പറയുന്നത് ഇതിന് കഠിനമായിട്ടുള്ള ഒരു സന്ദേശമാണ് എന്ന് തോന്നിപ്പോകാം. തനിമല ഇവിടെ ഒരു 2-2.5 വർഷക്കാലം, കാരണം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. ഒരു 5-6 മാസം കെരീത്തോട്ടിനരികെ കഴിഞ്ഞ് കാണാം, അനുമാനം ഏറെക്കുറെ എന്ന് മാത്രം പറയാം. ശേഷമുള്ള 2-2.5 വർഷക്കാലം ഒരു ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് അവിടെ കഴിയുന്നു. നേരാനേരത്തിന് അപ്പം കിട്ടുന്നു, സുരക്ഷിതനാണ്. രാജാവിൻ്റെ കണ്ണോ കയ്യോ അവിടെ എത്തുന്നില്ല. സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ദേശത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. മഴയില്ലാതെ മൂലമുള്ള വരൾച്ചയും ക്ഷാമവും നിലനിൽക്കുന്നുണ്ട്. ആ ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് രാജാവിൻ്റെ അടുക്കൽ പോകുവാൻ പറയും. ഇങ്ങനെ ചിന്തിക്കാൻ, എന്തൊരു ദൈവം! സ്വൈരമായിട്ട് കഴിയുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് രാജ്യത്ത് ആ നീതി സ്ഥാപിക്കുവോളമെങ്കിലും ഇവിടെ കഴിയുവാൻ അനുവദിക്കുന്നില്ല. പിന്നെയും അവന്റെ മുമ്പിൽ ചെല്ലുവാനാണല്ലോ പറയുന്നത് എന്ന് തോന്നിപ്പോകാം. നാമൊക്കെ പറയാറുണ്ട്, കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക്. നമുക്കങ്ങനെ തോന്നിപ്പോകാം. കാരണം ഒരു പ്രശ്നം വന്ന് അത് പരിഹരിച്ചു കഴിയുന്നതിന് മുമ്പാകെ വേറൊരു പ്രശ്നം വരുന്നു. അതിൽ നാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് ജീവിതത്തിൽ നിരാശയുണ്ടാകാം. എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നം ആയിട്ടാണ് ഒരു പ്രായമുള്ള ഒരാൾ, ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് താൻ വൃദ്ധനാണ്, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഞാൻ സംസാരിക്കുന്നത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ പറയുന്ന ഒന്നുമല്ല, ദൈവം എന്നോട് ദുഷ്ടത കാണിച്ചു, ഈ ദൈവം ദുഷ്ടനാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വരുമോ എന്ന് പറഞ്ഞു പോയി. പറഞ്ഞതിന് ന്യായീകരണമൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മിൽ വരുവാൻ ഇടയുണ്ട്. അപ്പോൾ ആ പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെയല്ല, ഏലിയാവ് ചെയ്തതുപോലെ നാം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രതികരണം ഏലിയാവ് ചെയ്തതാണ്. ഏലിയാവ് നേരെ ചെല്ലുന്നു. തനിമല അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 18-ാം വാക്യത്തിൽ
ആ രാജാവിന്റെ മുഖത്ത് നോക്കി ഏലിയാവ് പറയുകയാണ്, ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണ് ഈ കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ രാജാവിനെ മാത്രമല്ല, അവന്റെ പിതൃഭവനത്തെയും പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ ചില പറയണ്ട, എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ സഹിക്കില്ല. ഒരു വിശ്വാസി തന്നെ ഒരിക്കൽ പറഞ്ഞില്ല, സഭയിലെ പ്രശ്നങ്ങൾ അത് പറഞ്ഞപ്പോൾ അപ്പം ഞാനതിന് ശാന്തമായിട്ടുള്ള ആ രീതി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ വിശ്വാസിയാണ്, എന്നും ഭൂമുഖത്തില്ല കേട്ടോ. അതൊക്കെ സഹോദരൻ പറയുന്നതൊക്കെ ശരി, പക്ഷെ തന്തയ്ക്ക് വിളിച്ച് അപ്പടിയും എന്ന്. അപ്പോൾ അത് നമുക്കുണ്ടാകേണ്ടുന്ന സ്വഭാവമല്ല. കാരണം അത് സാധാരണ അത് ചൂണ്ടിക്കാണിക്കുന്നത്, അത് കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയുന്നതിനേക്കാൾ അത് ഗൗരവമായിട്ട് എടുക്കുമെന്നർത്ഥം. ആ സാഹചര്യത്തിലാണ് ഏലിയാവിനോട് പറയുന്നത്, നീ നിന്റെ കുടുംബവുമാണ്, നിന്റെ പിതൃഭവനവുമാണ് ഇതിനൊക്കെ കാരണം എന്ന്. അപ്പോൾ അത്രയും തൻ്റെ ഇടത്തോടുകൂടെ അവൻ രാജാവിൻ്റെ സന്നിധിയിൽ നിന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ചില നിബന്ധനകൾ അവൻ അവിടെ വെച്ചു. 2 യാഗങ്ങൾ, അത് താഴോട്ട് നാം വായിക്കുന്നുണ്ട്, ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയും ചെയ്യാം. 2 യാഗങ്ങൾ അവിടെ ക്രമീകരിച്ചു. ഒന്ന് ബാലിന് വേണ്ടി അവന്റെ പ്രവാചകന്മാർ, ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠയുടെ 400 പ്രവാചകന്മാരെ 850 പേരെ അവിടെ വരുത്തിയിട്ടുണ്ട്. അസംഖ്യം പുരുഷാരം ചുറ്റും കൂടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഏലിയാവ് മാത്രം, പക്ഷെ ദൈവവും അവന്റെ കാണപ്പെടുവാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള അവന്റെ സൈന്യവും. എന്നിട്ട് ആകാശത്ത് നിന്ന് തീ ഇറക്കി ദഹിപ്പിക്കുന്ന യാഗം ഏതോ അതാണ് ദൈവം എന്ന നിബന്ധന വെച്ചു. അങ്ങനെ 2 യാഗങ്ങൾ ക്രമീകരിച്ചു. ബാലിന്റെ പ്രവാചകന്മാർ ദിവസം മുഴുവൻ അന്തിയാവോളം നിലവിളിച്ചു, ബാലെ ഉത്തരമരുക. അവിടെ ഉത്തരവൊന്നും ലഭിച്ചില്ല. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി, ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, കാരണം വലിയ ബഹളം വെച്ച് ഓടിയിട്ട് ഞരമ്പും മസിലൊക്കെ വീർപ്പിച്ച് പ്രാർത്ഥിച്ചാലേ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയില്ല. നാം സത്യസന്ധമായ ഹൃദയം തുറന്ന, ദൈവം ചകടനൊന്നുമല്ല, കേൾക്കാവുന്ന ഭാഷയിൽ കൂടെ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കേൾക്കാവുന്ന ശബ്ദത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും, ഉത്തരം തരും. അതാണ് ബാലിന്റെ പ്രവാചകന്മാർക്ക് കഴിയാതിരുന്നത്. ഏലിയാവിനെ കഴിഞ്ഞതും ഏലിയാവിന്റെ ദൈവം മറുപടി കൊടുത്തതും. അപ്പോൾ എന്താണ് ബാലിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാഞ്ഞതും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയതും അതിന്റെ രഹസ്യം എന്താണ്? അതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിന് ആധാരമായിട്ട് ഒരു 4 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 30ഉം 31 വാക്യങ്ങളും, പിന്നീട് 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും. അത് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള സന്ദേശം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. 30ഉം 31. അപ്പോൾ ഏലിയാവ്, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ഇനി നമുക്ക് 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രാമിൻ്റെയും ഇസാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ,
ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെടട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് അരുളണമേ തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു. ഇവിടെ എനിക്ക് വായിക്കുമ്പോൾ തെറ്റുപറ്റിയത് എൻ്റെ കാഴ്ചയുടെ കുറവ് കൊണ്ടാണ് കേട്ടോ. ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഏലിയാവിന് എന്തുകൊണ്ട് മറുപടി പെട്ടെന്ന് ലഭിച്ചു എന്നുള്ളതിൻ്റെ രഹസ്യം നാം കാണുന്നുണ്ട്. അത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതെല്ലാം വിശദീകരണമില്ലാതെ ചുരുങ്ങിയ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ കാര്യം 30-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. അത് നന്നാക്കിക്കൊണ്ടാണ്, യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യാഗമർപ്പിച്ചത്. എന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചതിന്റെ രഹസ്യങ്ങളിൽ ഒന്ന് ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി എന്നുള്ളതാണ്. അതിൽ നമുക്കുള്ള പാഠം എന്താണ്? യാഗപീഠം എന്താണ്? ഏതാണ് നാം നന്നാക്കേണ്ടത്? യാഗപീഠം എന്നുള്ളത് നാം തന്നെയാണ്. കാരണം ആ അക്ഷരാർത്ഥത്തിലുള്ള യാഗപീഠം കൂടാരത്തിലായിരുന്നു. ആ കൂടാരവും യാഗപീഠവും എല്ലാം ദേവാലയം പണിതപ്പോൾ, ദൈവത്തിന്റെ മന്ദിരം പണിതപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിലത് യോജിച്ചു, അതിന്റെ ഭാഗമായി തീർന്നു. അപ്പോൾ ഏതാണ് ആ ദേവാലയം? യെരൂശലേമിൽ പണിതത് ശരിയാണ് അക്ഷരാർത്ഥത്തിൽ. എന്നാൽ 1 കൊരിന്ത്യർ 3:16 പൗലൂസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ എന്നാണ്. അപ്പോൾ ദൈവം മന്ദിരമാകുന്ന നമ്മെ തന്നെയാണ് ആ യാഗപീഠത്തിന്റെ സ്ഥാനത്ത് നാം കാണേണ്ടത്. ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തിന്റെ സ്ഥാനത്ത് നാം കാണേണ്ടുന്നത് നമ്മെ തന്നെയാണ്. അത് ക്രമീകരിക്കാതെ, അത് യഥാസ്ഥാനപ്പെടുത്താതെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമില്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം ദയാലുവായതുകൊണ്ട് നാം തകർന്നു പോകാതിരിപ്പാൻ ചില കാര്യങ്ങൾ അനുവദിച്ചു എന്ന് വരാം. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥനയും യഥാർത്ഥ മറുപടിയും നാം യാഗപീഠത്തെ അല്ലെങ്കിൽ നമ്മെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഏത് വശങ്ങളാണ് ഇടിഞ്ഞു കിടക്കുന്നത്? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം എന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറിയിറങ്ങാറുണ്ട്. കെട്ടിടങ്ങളോ മതിലുകളോ പഴയ ഗ്രാമപ്രദേശങ്ങളോ ഏതെങ്കിലുമൊക്കെ ഇടിഞ്ഞു കിടക്കുന്നിടത്തൊക്കെ പോയി വെറുതെ ഒരു രസത്തിന് പോകാറുണ്ട്. അവിടെ ഇടിഞ്ഞു കിടക്കുന്ന ചില കല്ലുകളൊക്കെ ഒന്ന് പൊക്കി നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ഇഴജന്തുക്കൾ അതിൽ നിന്ന് ചാടിപ്പോകുന്ന കാണാം. പാമ്പ് തന്നെ ഒരു പ്രാവശ്യം വന്നിട്ടൊരു കല്ല് പൊക്കിയപ്പോൾ. അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ളതായിട്ടുള്ള നികൃഷ്ട ജീവികൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ദൈവത്തിന് ഹിതകരമല്ലാത്ത അനുഭവങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, അങ്ങനെയുള്ള ചില നികൃഷ്ട ജീവികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നാം ഒന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അവ നീക്കി കളയണം. നമ്മെ തന്നെ യഥാസ്ഥാനപ്പെടുത്തണം. അങ്ങനെ യഥാസ്ഥാനപ്പെടുത്തിയത് എങ്ങനെയാണ് നാം വായിച്ചു? 31-ാം വാക്യത്തിൽ യാക്കോബിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അവന്റെ 12 ഗോത്രങ്ങൾക്കൊത്തവണ്ണം 12 കല്ലെടുത്താണ് യാഗപീഠം സ്ഥാപിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
വചനപ്രകാരം അതിനെ യഥാസ്ഥാനപ്പെടുത്തി. അല്ലാതെ തോന്നിയ പോലെയല്ല, നമുക്കിഷ്ടപ്രകാരമല്ല, അതിമനോഹരമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിമനോഹരമായിട്ടൊന്നും പണിതല്ല. ദൈവവചനപ്രകാരം യാഗപീഠത്തെ നന്നാക്കി. അഥവാ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടുന്നത് ദൈവവചനത്തിന് അനുസരണമായിട്ടാണ്, നമ്മുടെ ബുദ്ധിക്ക് അനുസരണമായിട്ടല്ല, നമുക്ക് നമ്മെക്കുറിച്ച് തോന്നുന്നത് പോലെയല്ല, നമുക്ക് തെറ്റൊന്ന് തോന്നുന്നതോ ശരിയെന്ന് തോന്നുന്നതോ പോലെയല്ല, മറ്റൊരാൾ ജീവിക്കുന്നതിനേക്കാൾ നന്നായി ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും അല്ല. ദൈവവചനപ്രകാരം. ദൈവവചനം അരുത് എന്ന് പറയുന്നത് അരുത്, അത് ഉണ്ടാകരുത്. ദൈവവചനം വേണ്ടിയതെന്ന് പറയുമ്പോൾ അത് ഇല്ല എങ്കിൽ അത് നമ്മിൽ അഡോപ്റ്റ് ചെയ്യണം. അഥവാ അരുതാത്തതിനെ ഉപേക്ഷിച്ചും കൊള്ളാവുന്നതിനെ അനുകരിച്ചും അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ക്രമീകരണമാണ് നാം ചെയ്യേണ്ടത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. ഞാൻ ചുരുക്കി പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുവാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും പറയേണ്ടത് ആവശ്യമാണെന്ന് ഇപ്പോൾ ഈ നിമിഷം തോന്നിയത് കൊണ്ട് ഒരു ദൃഷ്ടാന്തം പറയാം. ദൈവവചനത്തിലാണ് നമ്മെ പൂർണ്ണമായിട്ടും കാണുവാൻ കഴിയുന്നത്. അതിൽ കൂടെയാണ് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാനും നമ്മെ ക്രമീകരിക്കുവാനും കഴിയുക. അല്ലെങ്കിൽ നമുക്ക് തെറ്റായ ഒരു ധാരണയുണ്ടാകും. ഈ പറയുന്നതായിട്ടുള്ള എനിക്ക് ഒരു സമയത്ത് കൊച്ചുനാളിലൊന്നുമല്ല, ഈവൻ വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും എൻ്റെ ധാരണ ഞാൻ നല്ല ഹൈറ്റുള്ള ആളെന്നായിരുന്നു. ഞാൻ നടക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചിന്തയിലാണ് നടക്കുക. നല്ല നീളമുള്ള ഒരു മനുഷ്യൻ, ഒരു ടോൾ ഫിഗർ നടക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അന്നും ഇന്നും ഒരു പൂർണ്ണ കണ്ണാടി ഉപയോഗിക്കുന്ന പതിവ് എനിക്കില്ല. ഇന്നിപ്പോൾ അലമാരിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു 1/4 ഭാഗം കാണിക്കുന്ന കണ്ണാടിയുണ്ട്. അന്നൊന്നും ഒരടി നീളത്തിലുള്ള ഒരു കൊച്ചു കണ്ണാടി ചുമരിൽ തൂങ്ങിക്കാണും. ഇന്നത്തേത് പോലെയല്ല, അന്ന് മുടിയൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൊച്ചു കണ്ണാടി നോക്കി ഒരു പ്രാവശ്യം ചീകിയാൽ ഒരു ദിവസത്തെ ചീവലും കണ്ണാടി നോക്കലും കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു ഭാര്യ ഏതെങ്കിലും നീളമുള്ള വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എൻ്റെ നീളമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഭാര്യ പറയുന്നു, അപ്പോൾ നിങ്ങൾ വലിയ നീളമുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയൊന്നും അല്ല, ഞാൻ നല്ല നീളമുള്ള ആളാണ്. പിന്നെ നിനക്കത് മനസ്സിലാകാനില്ല. പിന്നെ അബ്നോർമൽ നീളമൊന്നും ഇല്ല, ശരിയാ. എന്നാൽ എന്നേക്കാൾ നീളമുള്ളവരെന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള നീളമാണ്. ഞാനൊക്കെ സാമാന്യ നീളമുള്ള ആളാണ് എന്ന് ഞാൻ പറയും. ഒരു ദിവസം ഭാര്യ പിന്നെ അത് സമ്മതിച്ച മട്ടിൽ മിണ്ടാതിരുന്നു. അപ്പൊ എനിക്കും തൃപ്തി തോന്നി. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് അവർക്ക് മനസ്സിലായി, എൻ്റെ നീളത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടി എന്ന് എനിക്കും തൃപ്തിയായി, ബോധ്യമായി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണക്കൊക്കെ പറയുന്നുണ്ട്, തെറ്റില്ല, ആളെയും പറയാം. 1991 2 മാസത്തെ ഐറ്റിനറി പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ പോകുവാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ 10 ദിവസം താമസിച്ച ഒരു ഭവനത്തിൽ ഞാൻ മീറ്റിങ്ങിന് പോകാനായിട്ട് ഡ്രസ് ചെയ്ത് മുടി ചെയ്യുവാൻ കണ്ണാടിയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ നിലം തൊട്ട് 7 അടി ഉയരത്തിലുള്ള ഒരു കണ്ണാടിയായിരുന്നു. അതിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അതിശയിച്ചു, ഞെട്ടിപ്പോയി എന്ന് പറയാം. അതിശയോക്തിയല്ല കേട്ടോ. കുള്ളനായിട്ടുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഞാനാണെങ്കിൽ വലിയ നീളമുള്ള മനുഷ്യനെന്ന് ധരിച്ചാണ് അതുവരെ നടന്നത്. ഈ മുറിക്കണ്ണാടി മാത്രമാണ് നോക്കിയത്, എന്നെ മുഴുവൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നി, കണ്ണാടിക്ക് എന്തെങ്കിലും ബസ് കാണും. പിന്നെ ഞാൻ വിചാരിച്ചില്ല,
ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ആ മനുഷ്യന് വീട്ടിലെ ലക്ഷങ്ങൾ ചെലവ് മുഴുവൻ കമ്പനി കൊടുക്കുന്നതാണ്. അതുകൂടാതെ ലക്ഷങ്ങൾ ശമ്പളം. ആ വീട്ടിൽ അങ്ങനെ ഒരു എറേറ്റിക് മിറർ, ഒരു കേടായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കണ്ണാടി അവിടെ വയ്ക്കുവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എന്നെ തന്നെ ഉറപ്പിക്കുക, മേശപ്പുറത്തുനിന്ന് ഒരു ഓബ്ജക്റ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു. അത് അതിൻ്റെ നീളം ശരിക്കും കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വാസം വരാതെ രണ്ടാമത് ഒരെണ്ണെടുത്ത് ഞാൻ കാണിച്ചു, അതിൻ്റെ നീളം ശരിക്കും കാണിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ നീളം ശരിയായിരിക്കണമല്ലോ, ഞാൻ കുറുകിയ മനുഷ്യനാണല്ലോ. അപ്പോഴും വിശ്വാസം, നമ്മൾ വിചാരിച്ചാണ് വിശ്വാസം വന്നില്ല. മൂന്നാമത് ഒരു ഓബ്ജക്റ്റ് എടുത്ത് ഞാൻ കാണിച്ചു, അതും അതിൻ്റെ ശരിയായിട്ടുള്ള നീളം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് രണ്ട് കാര്യം ബോധ്യമായി. ഒന്ന്, ഞാൻ നീളമുള്ള മനുഷ്യനൊന്നുമല്ല. എന്നെ മുഴുവൻ കണ്ടപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായി. മറ്റൊരു കാര്യം എനിക്ക് ബോധ്യം വന്നത്, അന്ന് ഞാൻ തർക്കിച്ചപ്പോൾ എൻ്റെ ഭാര്യ മിണ്ടാതിരുന്നത് എൻ്റെ നീളത്തെക്കുറിച്ച് ബോധ്യം വന്നുകൊണ്ടല്ല, ഈ മനുഷ്യനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യം വന്നതുകൊണ്ടെന്ന് ബോധ്യമായി. ഞാൻ അത് ഗ്രഹിപ്പാൻ ഞാൻ ആ ദൃഷ്ടാന്തം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ അതിൽ വളരെ വ്യക്തമായ സന്ദേശമുണ്ട്. തിരുവചനം എന്തു പറയുന്നുവോ അതിൻ്റെ മുമ്പിൽ നാം എന്താകുന്നുവോ അതാണ് നാം. അതനുസരിച്ച് നാം വരുത്തേണ്ടുന്ന ക്രമീകരണങ്ങൾ നാം വരുത്തേണ്ടതായിട്ട് ഞാൻ വേഗത്തിൽ പോകാം. ചെറിയ സന്ദേശങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീട് നാം അതിൻ്റെ 36 വാക്യത്തിലാണ് അത് കാണുമ്പോൾ അവൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയും. കാരണം അവൻ ദൈവത്തെ വിളിക്കുന്നത് വെറും എൻ്റെ ദൈവമേ എന്ന് മാത്രമല്ല, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞാണ് അവൻ വിളിക്കുന്നത്. അതെന്താണ് പ്രത്യേകത? അബ്രഹാമും ഇസാക്കും യാക്കോബും വിശ്വസ്തമായിട്ട് ദൈവവും ഭാഗം നടന്നതും അവരോട് ദൈവം വിശ്വസ്തത കാണിച്ചതുമായിട്ടുള്ള വസ്തുത അവൻ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏലിയാവിനെ പോലെ വിശ്വാസമുള്ള പ്രാർത്ഥനയായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് നാം എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കുമെന്നല്ല. വിശ്വാസത്തോടു കൂടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കും എന്ന് ചിലർ തെറ്റായിട്ട് ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം മത്തായി സുവിശേഷം 6-ാം അധ്യായമാണ്. അവിടെ പറയുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയും നിങ്ങൾക്ക് തരും എന്ന് പറയുന്നുണ്ട്. അത് ചോദിക്കുന്നത് എന്തും എന്നർത്ഥമല്ല. നിങ്ങൾ ചോദിച്ചാൽ ഇവയൊക്കെയും എന്ന് പറയുന്നത് ഏതാണ് ഇവയൊക്കെ? അതിൻ്റെ മുമ്പിലുള്ള വാക്യത്തിൽ 31-ാം വാക്യത്തിലാണ് അവിടെ പറയുന്നുണ്ട്, എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ഭാരപ്പെടരുത്. അതിൽ അവൻ്റെ രാജ്യവും നന്മയും അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇവയൊക്കെയും നൽകാൻ എന്നാ പറഞ്ഞത്. ഇവയൊക്കെയും എന്ന് പറഞ്ഞത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ദൈവം തൻ്റെ മക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. അത് വേറെയും പല ഭാഗങ്ങളിൽ ലേഖനങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ ദൈവം ലളിതമായ ജീവിതത്തിന് ആവശ്യമായതിൽ അധികം തന്നു എന്ന് വരാം. പക്ഷെ അത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണമാണ്. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ ആ നിലയിലാണ് വിശ്വാസം. നാം ചിന്തിക്കുന്ന കാര്യം ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന രീതിയിൽ ലഭിക്കുമെന്നുള്ളതല്ല വിശ്വാസം. ദൈവം എന്തനുവദിക്കുന്നുവോ അത് സ്വീകരിച്ചു കൊള്ളാം എന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ നാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നുവെങ്കിൽ ദൈവം അത് നൽകും നിശ്ചയം.
ഇനി താഴോട്ട് അതേ 36-ാം വാക്യത്തിൽ തന്നെയാണ് അവൻ ഈ പ്രാർത്ഥിച്ചത് ദൈവമഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ്. ദൈവനാമം മഹത്വപ്പെടണം. അതായിരുന്നു അവന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അവൻ പറയുന്നുണ്ട്, ദൈവമേ, നീയാണ് ജീവിക്കുന്ന ദൈവമെന്ന് ഇന്ന് ഈ ജനം മനസ്സിലാക്കണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. അവന്റെ കാര്യങ്ങളൊന്നല്ല അവൻ പ്രാർത്ഥിച്ചത്. ദൈവനാമം മഹത്വപ്പെടണം. നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവനാമം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഞാൻ ദൃഷ്ടാന്തത്തിന് പറയാം. അപ്പൊ നമ്മള് രോഗം ഉള്ള വ്യക്തി രോഗസൗഖ്യത്തിനായിട്ട് നാം പ്രാർത്ഥിക്കും. ആ രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ആരോഗ്യം ദൈവത്തിന് വിനിയോഗിക്കും എന്നുള്ള ആഗ്രഹത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? അതാണ് വിഷയം. അവിടെയാണ് ദൈവനാമ മഹത്വം. ഇന്നിപ്പോ രാവിലെ ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി പരീക്ഷയ്ക്ക് പോകുന്നു, പ്രാർത്ഥിപ്പാൻ പറഞ്ഞു വിളിച്ചു, ഫോണിൽ പ്രാർത്ഥിപ്പാൻ. ആ കൊച്ചിനോടുള്ള ബന്ധത്തിലും പരീക്ഷ ജയിപ്പാനുള്ള ആഗ്രഹമുണ്ട്. പരീക്ഷ ജയിച്ച് ലഭിക്കുന്നതായിട്ടുള്ള നേട്ടം ദൈവനാമത്തിന് മഹത്വത്തിന് വിനിയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രാർത്ഥന. അത് നാം ചിന്തിക്കണം. നമ്മുടെ മക്കളെയൊക്കെ എൻജിനീയേഴ്സ് ആക്കണം, ഡോക്ടേഴ്സ് ആക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കാറുണ്ട്. ബുദ്ധിയില്ലാത്ത മക്കളാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഡോക്ടറാക്കണമെന്ന് പറഞ്ഞ് പ്രയത്നിക്കുന്നവരെയും കാണാം. എന്നാൽ ആ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയി കാണുവാൻ പ്രാർത്ഥിക്കുന്നതും പരിശ്രമിക്കുന്നതും നല്ല കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവർ എഞ്ചിനീയറും ഡോക്ടറും ആകുന്നത് കൊണ്ട് അവരിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? അത് നാം പരിശോധിക്കണം. അവിടെയാണ് ദൈവനാമ മഹത്വം വിഷയമാകുന്നത്. അവിടെയാണ് വിശ്വാസം വെളിപ്പെടേണ്ടത്. ഏലിയാവിന്റെ ആഗ്രഹം അതായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഞാൻ അടുത്തതിലേക്ക് കടക്കട്ടെ. 37-ാം അധ്യായത്തിൽ ആ വാക്യത്തിൽ 1 രാജാക്കന്മാർ 18:37 ജനത്തിന്റെ ആവശ്യം മനസ്സിലാക്കി, ജനത്തിന്റെ എന്ന് പറയുമ്പോൾ സ്വയത്തിന്റെയും ആകാമല്ലോ, മനസ്സിലാക്കി അവൻ പ്രാർത്ഥിച്ചു. അവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഈ ജനം അവരുടെ മനസ്സ് നിന്നിലേക്ക് തിരിയുവാൻ ഇടയാകേണ്ടുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ എന്നാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക. ജനത്തിന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ജനം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അവിടെ എടുത്തു പറയുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട്. ദൈവമേ, നിന്റെ ജനം പട്ടിണി കിടക്കുകയാണ്, ഇസബേല് നിന്റെ ജനത്തെ കൊല്ലുകയാണ്, നിന്റെ ജനത്തിന്റെ വസ്തു അവർ പിടിച്ചു പറിക്കുകയാണ്, നിന്റെ ജനം കഷ്ടത്തിലാണ്, നീ സഹായിക്കണം എന്നല്ല. ഇതിന്റെ ഒക്കെ റൂട്ട് കോസ്, അടിസ്ഥാന കാരണം ജനം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കി അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെ പോയിക്കൊണ്ടുള്ള സ്വാർത്ഥതയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും നമുക്കുണ്ടാകാറുള്ളത്. അത് നാം ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അത് ഞാൻ അവസാനിപ്പിക്കാം. അത് 37-ാം വാക്യമാണ് ഇപ്പം പറഞ്ഞെങ്കിലും 36-ാം വാക്യത്തിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? അവിടെ 36-ാം വാക്യത്തിൽ പറയും, ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്നും ഈ ചെയ്യുന്നതൊക്കെ നിന്റെ കൽപ്പനയാൽ നിന്റെ വാക്കിനാൽ ചെയ്യുന്നു എന്നും ഈ ജനം അറിയേണ്ടതിന് എന്ന് അവൻ ഉറക്കെ ജനം കേൾക്കെ പറയുകയാണ്. വാസ്തവത്തിൽ അവൻ ചെയ്തത് എന്താണ്? 3.5 വർഷക്കാലം മഴ പെയ്യിക്കാതിരുന്നു. മാത്രമല്ല, ഇനി ആകാശത്തുനിന്ന് തീ വരുത്തി യാഗപീഠത്തെ ദഹിപ്പിക്കുവാൻ പോകുന്നു.
850 പ്രവാചകന്മാർ ദിവസം മുഴുവൻ നിലവിളിച്ചിട്ട് നടക്കാത്ത കാര്യം അവൻ ചെയ്യുവാൻ പോകുന്നു. അതിനെ തുടർന്ന് മഴ വരുത്തുവാൻ പോകുന്നു. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജനം അവനെ ഒരു കൊച്ചു ദൈവമായിട്ട് കണക്കാക്കും. സ്വർഗത്തിൽ നിന്ന് അവതാരമാണെന്ന് ജനം പറഞ്ഞേക്കാം. അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പർമാൻ ആയിട്ട് അവനെ ദൈവം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവനത് ആവശ്യമില്ല. അവൻ എളിമയോടുകൂടെ അവൻ ജനം കേൾക്കെ പറയുകയാണ്. അവൻ മിണ്ടാതെ അത് ചെയ്താൽ ജനം അവനെ ആരാധിക്കുമായിരുന്നു. പക്ഷെ അവന് ജനത്തോട് പറയുകയാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു എളിയ ദാസൻ മാത്രം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുന്നതാണ്. ഞാനൊന്നുമല്ല, എല്ലാം ദൈവം എന്നവൻ എളിമയോടുകൂടെ പറയുകയാണ്. നാമൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ എന്തൊരു എന്താ പറയുക, പ്രൈഡായിരിക്കും, എന്തൊരു വിചാരമായിരിക്കും നമുക്കുണ്ടാവും. മറ്റുള്ളവരെ കണ്ടാൽ കണ്ണിൽ പിടിക്കുകയില്ല. അവരെ കണ്ടാൽ ഒരു കുശലം പറയുവാൻ തന്നെ തോന്നുകയില്ല. നാം അവരിൽ നിന്നൊക്കെ വലിയ കാര്യങ്ങൾ നടത്തുന്നു, വലിയ ആളുകളാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. എന്നാൽ ഏലിയാവ് ഇതാ ജനത്തോട് പച്ചയ്ക്ക് പറയുകയാണ്, ഞാൻ ഒന്നുമല്ല, വല്ലതും ചെയ്യുന്നത് ദൈവം പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എളിമയോടുകൂടെ അവനത് ചെയ്തു എന്ന് കാണുവാൻ കഴിയും. ആ നിലയിൽ അവന് ഉത്തരം കിട്ടി. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും സമാധാനം ഉണ്ടായി. ആഹാബിനോട് ദൈവം ചെയ്യേണ്ടത് ചെയ്ത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചയോടുകൂടെ ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ ലഘു സംഭാഷണം അത് ഞാൻ സമാപ്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായി. വേറെ മോറലായിട്ടൊന്നുമല്ല. ഇത്രയൊക്കെ തൻ്റെ ഇടം കാണിച്ച ഏലിയാവ് ഇസബേലിൻ്റെ ഭീഷണിയിൽ ഭയന്ന് പിന്മാറി പോകുന്നതായിട്ട് കാണുന്നു. ദൈവം അവനെ യഥാസ്ഥാനം. അവിടെ ഒരു വാക്ക് നമുക്ക് ഓർക്കുവാനുണ്ട്. പൗലോസ് പറയുന്ന വാക്ക്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. ദൈവം വെച്ചാൽ ആ കാര്യം അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവം ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കും.